ഇന്ന് നമുക്ക് വളരെ പെട്ടെന്നൊരു ബേൽപൂരി തയ്യാറാക്കിയാലോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു ഈവനിങ് ചാട്ടാണത്. അതിനായിട്ട് ആവശ്യത്തിനനുസരിച്ച് പൊരിയെടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് വറുത്ത കടല ചേർത്ത് കൊടുക്കാം. മസാല കടലയായാലും കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി കൂടി നന്നായിട്ട് ചോപ്പ് ചെയ്ത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മുളക് പൊടിയും കുറച്ച് ചാട്ട് മസാലയും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പൊരിയിൽ ഉപ്പുള്ള കാരണം നമ്മൾ നോക്കിയ ശേഷം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള സേവ് ചേർത്ത് കൊടുക്കാം. സേവ് ഇല്ലെങ്കിൽ മിക്സ്ചർ ചേർത്താലും നന്നായിട്ടുണ്ടാവും കേട്ടോ. അത് നമുക്ക് കുറച്ച് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ മല്ലിയില കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇനി ഒന്നുമില്ല, എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്താലോ. പുളിക്ക് വേണമെങ്കിൽ ഒരു മുറി നാരങ്ങ കൂടെ പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഇവിടെ പുളി അധികം ആർക്കും ഇഷ്ടമല്ല, അത് കാരണം ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ചിക്കൻ്റെ ചാറുണ്ടെങ്കിലില്ലേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അത്രയേ ഉള്ളൂ. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള 1 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ഈവനിങ് ചാട്ടാണ് കേട്ടോ. ഇതുണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്ക് പോലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി. അതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഓണിയൻ ബോണ്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഞാൻ കുറച്ച് കടലമാവും പിന്നെ ഓണിയനും പച്ചമുളകും മല്ലിയിലയും ഒക്കെ ചേർത്തതാണ്. ഇതിലെന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് തുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചൂടായ എണ്ണയിലേക്ക് മാവിന് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതിനെ വറുത്ത് കോരിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു സ്നാക്കാണത്. ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഓണിയൻ ബോണ്ട. അങ്ങനെ ഒരു സൈഡൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ തിരിച്ചിട്ട് വീണ്ടും ഉള്ളിലൊക്കെ ഒന്ന് കൂടി നന്നായിട്ട് വേവാനായിട്ട് 5 മിനിറ്റ് കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുക. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഈ ഒരു കളർ വരുമ്പോൾ തന്നെ നമുക്കതിനെ എടുത്ത് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ചൂടോടെ തന്നെ ചായക്കൊപ്പം കഴിക്കാനുള്ള കടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഓണിയൻ ബോണ്ടയാണിത്. ചൂടോടെ തന്നെ ഞാൻ കഴിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.